ചട്ടി അടിക്കട്ടെ. ചട്ടി എന്ന് പറയുമ്പോൾ കണ്ടാ ഇന്നലത്തെ അയലേൻ്റെ കറി വെച്ചതിൻ്റെ ചട്ടിയാണ്. മീൻകറിക്ക് എപ്പോൾ നല്ല രുചിയുണ്ടാവുക പിറ്റേ ദിവസം. അപ്പോൾ നമ്മളിത് എന്താ പോയി കളണ്ടാലോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കണ്ട നല്ല പച്ചരിൻ്റെ അടിപൊളി നൈസായ ദോശ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചമ്മന്തി അരച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ച് കണ്ടാ ചട്ടിയില്ല ഈ മീൻ ചട്ടിക്ക് വല്ലാത്തൊരു രുചിയായിരിക്കും. നമ്മൾ വെച്ച അന്നേരത്തേനേക്കാണോ രസം ഉണ്ടാവുക പിറ്റേ ദിവസം. അപ്പോൾ അങ്ങനെ ഞാനിത് അയില മോര് ഒഴിച്ചിട്ട് വെച്ചതാണ്. ഇതിൻ്റെ സൈഡിലുള്ള ഇതല്ല, ഇതിങ്ങനെ ഇങ്ങ് എടുത്തിട്ട് ദോശേൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഈ മീൻകറി കൂട്ടി തിന്നാൻ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അത് നമുക്ക് അന്ന് കൂട്ടി തിന്നും അത്ര ഇതുണ്ടാവില്ല. ഇത് വെച്ച് 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 പഴയതായ ചട്ടിയാകുമ്പോൾ പ്രത്യേക ഒരു രുചിയായിരിക്കും. അതുപോലെ തന്നെ കച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് നല്ല പച്ചരി ദോശ ഇട്ട കണ്ട ഇങ്ങനെ അങ്ങ് എടുക്കുക. എന്നിട്ട് ശരിക്ക് മീൻകറിയിട്ട് ചട്ടി ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ വേറെ കറി വെക്കണ്ട. പക്ഷെ കുറച്ച് മീൻകറിയും കൂട്ടി ഒരു ചമ്മന്തി ഉണന്നിട്ട് ചമ്മന്തി അരച്ച് കൊടുത്തിന്. അപ്പോൾ എൻ്റെ അലക്കെല്ലാം കഴിഞ്ഞേരം ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി വാങ്ങിയിട്ടെ എന്നിട്ട് അങ്ങനെ തിന്നാലോ. അങ്ങനെ ഞാനിതിപ്പം ദോശയും ഇതും തിന്നുന്നതാണ്. പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കടലക്കറി വെച്ച് കഴിഞ്ഞാലും പയറിൻ്റെ കറി വെച്ച് കഴിഞ്ഞാലും അല്ല എല്ലാ ദിവസവും നമ്മൾ വെക്കുന്നത് കൂട്ടുന്നത് എല്ലാതും മീൻചട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും കിട്ടില്ലല്ലോ. ഇതിൻ്റെ പുളിയും മുളകാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. തേങ്ങ അരച്ച കറിക്ക് പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കില്ലേ. ഉലുവേൻ്റെ മണോ നല്ലൊരു മീനിൻ്റെ ഒരു ചൊയയോ കഷ്ണം ഇല്ലെങ്കിലും സാരമില്ല, അതിൻ്റെ ചാറിനാണ് പൊളി. അപ്പോൾ ഇതും കൂട്ടിയിട്ട് ഞാൻ കഴിക്കട്ടെ. എന്നിട്ട് പിന്നെ പറഞ്ഞ പോലെ ഇന്നും വെക്കണം മീൻ കറി തന്നെ. വേറെ ഒന്നും കാണുന്നില്ല. മീനുമായി കൊണ്ടുവരണം, മീൻ കറി വെക്കണം. ഈ ചട്ടി ഉണ്ടല്ലോ എൻ്റെ മോന് അച്ഛന് ഭയങ്കര കാര്യം. മോൻ കറി ഒഴിച്ച് വെച്ചിട്ട് ചട്ടി വടിക്കാൻ നിൽക്കും. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റായിരിക്കും അല്ലേ. അത് എന്തുകൊണ്ടാണ് നമ്മ ആർക്കറിയാം. എൻ്റെ ഈ ചട്ടിയാണെങ്കിൽ കുറേ പഴയതാണ്. പക്ഷേ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇത് നമ്മൾ പാണ്ടിച്ചട്ടി എന്ന് പറയും. സാധാ ചട്ടി അല്ലാത്ത അതിന് ഇങ്ങനെ അത് പഴക്കം ചെല്ലും തോറും ഭയങ്കര രുചിയായിട്ട് കിട്ടും. അപ്പോൾ ചട്ടിയെല്ലാം ആരും ഇങ്ങനെ കളയണ്ട കേട്ടോ. എന്നെപ്പോലെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ലേ ചട്ടി വടിക്കാൻ ഇഷ്ടമുള്ള. പണ്ടേ ചട്ടി വടിക്കാൻ ഇഷ്ടമാണ്. ചീൻചട്ടിയല്ലോ മീൻ പൊരിച്ചിട്ട് കരിഞ്ഞ് കഴിഞ്ഞാൽ ആ കരിഞ്ഞ് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കരിഞ്ഞ് ഒരിക്കലും തിന്നാൻ പാടില്ലതാണ്. മാരകമായ അസുഖം വരും എന്നെല്ലാം പറയുന്നത് കേൾക്കാം. എനിക്കൊരു അസുഖം വന്നു പോയി, എന്നാൽ ഞാൻ അറിയില്ല. കരിഞ്ഞ് തിന്നാൻ പാടില്ല. പക്ഷേ ചട്ടി മേടിച്ചോ കരിഞ്ഞ് തിന്നാൻ ആരെയും പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേങ്കിൽ ഈ ചട്ടിയെല്ലാം പഠിക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതില്ല നല്ലപോലെ പോലത്തെ ദോശ എന്ന് പറയുന്ന ദോശയാണ്. ഇതിങ്ങനെ ഇങ്ങ് മുറിക്കുക കിട്ടൂല. എന്താ ഇത് വെറും പച്ചരിയും ചോറും തേങ്ങയും മാത്രം. എന്നിട്ട് ഇങ്ങനെ ഇങ്ങ് എടുക്കുക. അപ്പോൾ ചട്ടിയിലുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഇങ്ങനെ ഒന്ന് കൂട്ടി തിന്നോക്ക്. രാവിലെ തന്നെ പോയി കളണ്ട. അപ്പോൾ നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പാണ്. ഒരു വല്ലാത്തൊരവസ്ഥ. നമ്മൾ മുഖയിൽ ഇങ്ങനെ ഒരു വെരിഞ്ഞ് പിടിക്കുന്ന മാതിരിയാവും. അത് ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചിട്ട് ഓരോരുത്തർ എണ്ണയോ അല്ലെങ്കിൽ സെബോളിനോ അല്ലെങ്കിൽ വാസലിനോ അങ്ങനത്തെ എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്തിട്ട് ഒരു ഈ വലിഞ്ഞ് പിടിക്കുന്ന പോലത്തെ നോക്കിയാൽ മതി. നമുക്ക് രാവിലെ ആകുമ്പോൾ ഒരു ഉഷാറ് വരില്ല. ഇപ്പോൾ എൻ്റെ മോൻ പറയാം ഈ ഒരു കാലാവസ്ഥ ഞങ്ങളോളം മതിയേനൊന്ന്. പക്ഷേ ഇത് ആകെ ഒരു മാസമായിട്ടേ ഉണ്ടാകും. നമ്മൾ ശരിക്കും പറയുക വെച്ചാൽ ഈ കാറ്റെല്ലാം വൃശ്ചികത്ത് മാസത്തിലാണ് ഉണ്ടാകുക. വൃശ്ചികക്കാറ്റ് എന്നെല്ലാം പറയൂലേ. നല്ലിപ്പം നേരെ തല തിരിഞ്ഞു പോയി മാറി മറിഞ്ഞിട്ടുള്ള. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരും. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂട്ടുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കൂട്ടുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.